ആ ഈ ടിനി ടോം മണ്ടത്തനങ്ങൾ പറഞ്ഞ് മുമ്പ് വിവാദങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തിനിങ്ങനെ ഇത്രയും മഹാന ഒരാളിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയും? അതിന് ഭ്രാന്താണെന്ന് നമുക്കറിയാം. നസീർ സാറിനെ കുറിച്ച് ഒട്ടും പറയാൻ പറ്റില്ല. ഒരിക്കലും പറയത്തില്ല. ദൈവതുല്യനാണ്. അതെ അതെ പുള്ളി പല ജനങ്ങളുടെ എതിർപ്പ് വാങ്ങിയാൽ ഇത്രയും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു ജനമുണ്ട് ഇവിടെ. അവരെല്ലാം ടിനിയെ കല്ലെറി പറയാൻ പറ്റില്ല. ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. അത് ടിനി ടോം ടോക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ നടത്തിയ ഒരു പരാമർശമാണ്. പ്രേം നസീർ എന്ന നടൻ, നിത്യഹരിത നായകൻ, അല്ലെങ്കിൽ ഒരു ലെജൻഡറി ആയിട്ടുള്ള ആക്ടർ, ഒരുപക്ഷെ അഭിനയത്തിൽ അന്നത്തെ നാടകീയതകൾ ഒരുപാടുണ്ടായിരുന്ന നടൻ എന്നൊക്കെ നമുക്കൊരു വിമർശനാത്മകമായിട്ട് പറയാമെങ്കിലും ഇപ്പൊ നമ്മുടെ സിനിമയുടെ ചരിത്രം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പ്രേം നസീറിനെ മാറ്റി നിർത്തിയ ഒരു ചരിത്രം നമ്മൾക്ക് പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു ആക്ടറിനെ കുറിച്ച് ടിനി ടോം ഒരു പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശം ഏകദേശം ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ ജീവിതാവസാന കാലത്തായപ്പോഴേക്കും അവസരമൊന്നും ലഭിക്കാത്തതിൽ അദ്ദേഹത്തിന് സങ്കടമുണ്ടായിരുന്നു. എല്ലാ ദിവസവും മേക്കപ്പ് ഇട്ട് പുറത്തിറങ്ങും. അടൂർ ഭാസിയുടെയും അതുപോലെ ബഹദൂറിൻ്റെ വീട്ടിലൊക്കെ പോയിരുന്ന് കരയുമായിരുന്നു. അവസരങ്ങൾ നഷ്ടപ്പെട്ടു, ലൈം ലൈറ്റിൽ നിന്ന് പോയി. ആ ഒരു അവസരത്തിൽ സംഭവിച്ചാണെന്നായിരുന്നു ടിനിയുടെ ഒരു പരാമർശം. ഇതിനെതിരെ ഒരുപാട് പേര് വിമർശനമായിട്ട് രംഗത്തെത്തി. ഇന്നലെ തന്നെ ആ വിഷയത്തെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ സമയം ലഭിച്ചില്ല. ഇന്ന് ടിനി ടോം അതിന് മാപ്പ് പറഞ്ഞു വന്നു. അപ്പം മാപ്പ് പറഞ്ഞപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തെ വിമർശിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മണിക്കൂർ അങ്ങനെ വാർത്ത മാത്രം കണ്ടു, എന്താണെന്ന് വായിച്ചില്ല. പിന്നീട് ഞാൻ ഇരിക്കുമ്പോൾ ആ ഫീഡിൽ വീഡിയോ വരുമ്പോൾ എന്താണ് ടിനി പറഞ്ഞു എന്ന് കേൾക്കാമെന്ന് വിചാരിച്ചു. കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ടിനി ഈ വിഷയത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുന്നത് ഒരു ആത്മാർത്ഥതയോടെ അല്ല. പെട്ടു, അതുകൊണ്ട് ഞാൻ മാപ്പ് പറയുന്നു. കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ RJ അഞ്ജലിയുടെ ഒരു വിഷയം പറഞ്ഞിരുന്നല്ലോ, അതും ഇതേമാതിരി തന്നെയായിരുന്നു. മാപ്പ് പറയുമ്പോൾ അതിൽ നമുക്ക് തോന്നണം ഇവർ ആത്മാർത്ഥമായിട്ടാണ് മാപ്പ് പറയുന്നത്. അല്ലെങ്കിൽ നിരുപാധിക മാപ്പ് എന്ന് പറയുമ്പോൾ അതിൽ വേറെ കണ്ടീഷനൊന്നും ഉണ്ടാകാൻ പാടില്ല. അൺകണ്ടീഷണലായിട്ട് പറയുന്ന ഒരു എപ്പോളജിയാണ് നമ്മൾ നിരുപാധികം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ടിനി ടോം മാപ്പ് പറയുന്ന രീതി കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് കണ്ടീഷനാണ്. ഇഫ് സമ്മൺ ബീൻ ഹേർട്ട്, അല്ലെങ്കിൽ ഇഫ് ഐ ഹാവ് ഡൺ എ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ ഇറ്റ്സ് എ കണ്ടീഷൻ. ആ കണ്ടീഷനായിട്ട് പറയുന്നതിന് നിങ്ങൾ എങ്ങനെയാണ് നിരുപാധികം എന്ന് വിളിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. എന്തായാലും പുള്ളി പറഞ്ഞ മാപ്പ് നമ്മൾ കേട്ടോ, എന്നിട്ട് ബാക്കിയുള്ള കാര്യം പറയാം. UK വളരെ വൈകിയാണ് ഞാനൊരു വാർത്ത കണ്ടത്. കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട്. ദ ഗോഡ് ഓഫ് മലയാള സിനിമ, ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ, നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട്. അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ് നസീർ സാർ. ഇവിടെ കിടക്കുന്നു, ഞാൻ ഇവിടെ കിടക്കുന്നു. അപ്പം അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്തി ഞാനായിരുന്നു. ഒരു ഇന്റർവ്യൂവിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ചുരണ്ടി എടുത്തിട്ട് ഒരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുവിടുകയാണ് ഉണ്ടായത്. ഈ തന്ന ഇൻഫർമേഷൻ നസീർ സാറിനെ കുറിച്ചൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലില്ല. അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫർമേഷൻ ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുന്നുണ്ട്, അല്ലാതെ ഞാൻ അന്തരീക്ഷം വായിച്ചെടുത്തതില്ല. അതിൽ നിന്നും കേട്ട ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്. അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ലെജൻസാണ്. പല സീനിയേഴ്സും മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാറുണ്ട്, എൻ്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട്. നാട്ടുകാരെ കാണിക്കാൻ എല്ലാവരും ചെല്ലുന്നത്. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പം അത്രയും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ്? ഒരാളും വാക്കുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് പോലും അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പ്രേം നസീർ സുഹൃത്ത് സമിതി ലോകം മുഴുവനുണ്ട്. അതിലെൻ്റെ സുഹൃത്തുക്കളുണ്ട്, ജില്ലാ പ്രസിഡന്റുമാരുണ്ട്, എൻ്റെ സംസ്ഥാന പ്രസിഡന്റൊക്കെ എനിക്കടുത്ത് അറിയാവുന്നവരാണ്. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇത്രയും വലിയൊരു ലെജൻഡ് കാൽക്കൽ വീഴാനും ഞാൻ തയ്യാറാണ്. അത്രയും വലിയൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഷാനവാസിക്കായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട്. ആരാധന കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ സത്യൻ മാസ്റ്ററിൻ്റെ മകൻ സതീഷ് സത്യൻ മാസ്റ്റർ ചോദിച്ചാൽ അറിയാം. കാരണം അദ്ദേഹത്തിനെ ഓണർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാദിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ഓണർ മെഷപ്പ് കൊടുത്തു. ഇത്തവണത്തെ മീറ്റിംഗിന് നസീർ സാറിൻ്റെ ശബ്ദത്തിൽ തുടങ്ങണമെന്ന് പറഞ്ഞ് വാദിച്ച ഒരാളാണ്. അതിൻ്റെ ഒരു AI ക്രിയേറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ വ്യക്തിത്വനെ ഞാൻ ഒരു കാര്യം വെച്ച് മനസ്സവാച കർമ്മണ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു വാർത്തയിൽ വന്ന പോലെ ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല, എന്നെക്കൊണ്ട് പറ്റൂല. കാരണം അത്രയും ഗോഡ് ഓഫ് മലയാള സിനിമ, ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ. അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലസ്. ഇതാണ് ടിനിയുടെ സംഭവം. ഇവിടെ തന്നെ ഞാൻ ആദ്യം പറയുന്നത് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സംഭവമല്ല പുള്ളി പറഞ്ഞിരിക്കുന്നത്. നിരുപാധികം എന്ന് പറയുന്നതിലും കണ്ടീഷണൽ ഒന്ന് പറഞ്ഞിരിക്കുന്ന ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അയ്യടാ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ. അതുകൊണ്ടാണ് പല ആളുകളും സിനിമാ മേഖലയിലുള്ളവരും ഈ വിഷയത്തിൽ പ്രതികരിച്ച് സംസാരിച്ചത്. ടിനിക്കിപ്പോഴും ടിനി തെറ്റിയെന്ന് തോന്നിയിട്ടില്ല. ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ മാപ്പ് പറയുന്നതെന്നാണ് പറയുന്നത്. ഞാൻ തെറ്റ് ചെയ്തു പോയി അതുകൊണ്ട് മാപ്പ് പറയുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിഷയം തന്നെ വിടുമായിരുന്നു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുക പോലും ഇല്ലായിരുന്നു. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ തെറ്റ് അയാൾ അംഗീകരിച്ചു, അത് മാപ്പ് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അയാളെ ആക്രമിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇയാൾ 2 കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്, 2 എസ്കേപ്പിസം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആ ഇന്റർവ്യൂവിന്റെ കോണ്ടസ്റ്റ് വേറെ ആയിരുന്നു. അവിടുന്ന് ചുരണ്ടിയെടുത്തൊരു ഭാഗം എടുത്തിട്ടാണ് വിമർശിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ ആ ഇന്റർവ്യൂ ഇരുന്ന് കണ്ടു.
പാർട്ട് 2 ഈ കാര്യം പറയുന്നത്. പാർട്ട് 3 ഞാൻ കണ്ടില്ല, പാർട്ട് 1 കണ്ടിട്ടില്ല. പാർട്ട് 3 കോണ്ടസ്റ്റ് ഇതാണ്. AMMA എന്ന് പറയുന്ന സംഘടന ആളുകൾ മരിച്ചു പോകും, അതായത് സംഘടനയുള്ള വ്യക്തികൾ മരിച്ചു പോകുമ്പോഴുണ്ടാകുന്ന സാഹചര്യം AMMA സപ്പോർട്ട് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്, ഇതാണ് ചോദ്യം. ആ കോണ്ടസ്റ്റിലാണ് ഈ പ്രേം നസീറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഇന്റർവ്യൂവിലെ ആ ഭാഗം ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഇതും ചുരണ്ടിയെടുത്ത് നിന്നിട്ട് ടിനി പറയരുത് കേട്ടോ, കാരണം ടിനി ഏത് കോണ്ടസ്റ്റിൽ പറഞ്ഞു എന്ന് ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് പറയുന്നത്. അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ഇപ്പം നിൽക്കുമ്പോൾ ഈ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതേപോലെ കുറെ വിയോജിപ്പ്, അതായത് വിയോഗങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഒരുപാട്. അപ്പൊ അതിനുശേഷം അവരുടെ ഫാമിലി എന്താണ് നമ്മുടെ അമ്മ സംഘടന എന്നുള്ളൊരു സപ്പോർട്ട്? അല്ല, അതെന്താന്ന് പറഞ്ഞാല് അത് ആരുടെ കുറ്റമല്ല. ഇപ്പൊ മാളാരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ടായിരുന്നു, എല്ലാവരെയും ചിരിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ സിനിമയുടെ ചിരിക്കും. അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ ഒരു പെട്രോൾ പമ്പ് നടത്തുകയാണ് മാളയില്. മരിച്ച് 7 ദിവസം വരെയൊക്കെ ആൾക്കാർ വിളിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ആരെങ്കിലും സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ള പോലും മറന്നുപോയി. പിന്നെ ആരും വിളിക്കില്ല. ഇത് തിരിഞ്ഞു നോക്കാത്തുള്ളൊരു ഓട്ടമാണ് സിനിമ എന്ന് പറയുന്നത്. തിരിഞ്ഞു നോക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഈ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സപ്പോർട്ടും ആൾക്കാരുടെ പ്രീതിയും ജനപ്രീതിയും ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ ആ ലൈം ലൈറ്റിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഡിസപ്പയർ ആകുമ്പോൾ അവർക്ക് പിന്നെ നമ്മളെ വേണ്ട. പിന്നെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ആ വീട് അനാഥമാവുകയാണ്. അവിടെ എന്തായി, കൊച്ചിൻ അനീഫക്കയുടെ വീട് എന്തായിരുന്നു, അല്ലെങ്കിൽ മേഘനാഥന്റെ വീട് പാലിക്കനാര, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കുട്ടികൾ എന്തായിരുന്നു, അന്വേഷിച്ച് ചെല്ലാനുള്ള സമയം ഇന്നത്തെ ആക്ടേഴ്സിന് ഇല്ല. അവരവരുടെ അടുത്ത ഇത് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ഇതാണ് കോണ്ടെക്സ്റ്റ്. അതിന് മറുപടി അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നു. അതായത് ഇപ്പം മേഘനാഥൻ്റെയും കൊച്ചി അനീഫയുടെയും കാര്യം പറഞ്ഞാൽ ശരിയാണ്. കാരണം അവർ നിലവിലെ AMMയുടെ അംഗങ്ങളായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഇനിയിപ്പോൾ മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. അവർ എങ്ങനെ AMMA ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിയോഗങ്ങൾ ഉണ്ടാകുമ്പോൾ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വിയോജനം എന്ന് പറഞ്ഞൊരു പക്ഷേ ഒരു സ്ലിപ്പായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നിടത്ത് പ്രേം നസീറിനെ പരാമർശിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇല്ല. ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് പോകുമ്പോൾ ആ വീടിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ AMMA എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു, ഇതാണ് ക്വസ്റ്റ്യൻ. അതിന് ഇദ്ദേഹം കൊച്ചി അനീഫയുടെ മേഘനാഥൻ്റെയും കാര്യം പറഞ്ഞു. സിനിമയുടെ കാര്യം മാറ്റിവെച്ചാൽ തന്നെയും ഏതൊരു സംഭവത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പൊളിറ്റിക്സ് എടുത്ത് നോക്കിക്കോളൂ. ജോർജ് ഫെർണാണ്ടസ് കേന്ദ്രമന്ത്രിസഭയിൽ ഏറ്റവും കീ പൊസിഷൻ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും ആരെങ്കിലും രാഷ്ട്രീയത്തിൽ തിരിഞ്ഞു നോക്കിയിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ K കരുണാകരൻ ഒരിക്കൽ ഫീൽഡ് ഔട്ടായി കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിലേക്ക് പഴയ പ്രതാപത്തിൽ തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം എവിടെയാണെന്ന ചോദ്യം വരെ ഉയർന്നിട്ടുണ്ട്. ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹം എവിടേക്ക് പോയി എന്ന ചോദ്യം വരെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഇങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ അവിടെ ഈ പ്രേം നസീർ വരേണ്ട ഒരു കോണ്ടസ്റ്റ് ആണ്. ഇതിനിടയിൽ ടിനി ടോം പറഞ്ഞൊരു കോമഡി ഉള്ളത് കൊണ്ട് അതും കൂടെ പ്ലേ ചെയ്തേക്കാം. പക്ഷെ ചില മനുഷ്യത്തുള്ള ആൾക്കാർ തിരിഞ്ഞു പോകും. അതെനിക്ക് ഫീൽ ചെയ്തത് സുരേഷ് ചേട്ടൻ്റെ മകളുടെ കല്യാണത്തിന് മാരിയറ്റിലിരുന്നാണ് നമ്മൾ ഓരോരുത്തർ വിളിക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് പഴയ ആൾക്കാർ, അതായത് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി അങ്ങനെ ഒരുപാട് പേര് സിനിമയിൽ പ്രൊഡ്യൂസേഴ്സ് അല്ലാണ്ട് എന്നാൽ അവർ പിന്നെ വേറെ ലൈഫിലേക്ക് പോയിട്ടുണ്ട്. സുരേഷ് ചേട്ടൻ്റെ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്പർ എടുത്തിട്ട് ഞാൻ വിളിക്കും. എൻ്റെ നമ്പറിൽ നിന്ന് വിളിക്കുന്നത്. ഞാൻ പറയും സുരേഷ് ചേട്ടന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർ പറയും മിമിക്രി കാണിക്കണാണ് ടിനി. സുരേഷ് ചേട്ടൻ സംസാരിക്കുമ്പോഴും ടിനി സൗണ്ട് മാറ്റി സംസാരിച്ചാലേ ഞാൻ പറഞ്ഞ അല്ല സുരേഷ് ചേട്ടൻ തന്നെയാണ് വിളിക്കുന്നത്. അതൊക്കെ ലീക്കൂട്ടത്തിൽ ഞാൻ കേട്ട നല്ലൊരു കോമഡി കണ്ടോ ടിനി പറഞ്ഞത്. ടിനി ശബ്ദം അനുകരിക്കുന്ന കാര്യത്തിലാണ് കേട്ടോ. അഭിനയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ടിനി നല്ലൊരു അഭിനേതാവാണെന്ന് ഞാൻ പറയേണ്ടി വരും. ടിനി നല്ലൊരു അഭിനേതാവ് എന്ന് പറയുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. പക്ഷെ അനുകരണത്തിൻ്റെ കാര്യത്തിൽ ഞാനും ടിനിയും ഈക്വലാണ്, ഒരേ വേവ് ലെങ്ത്താണ് നമുക്ക്. ഉദാഹരണമായിട്ട് മോഹൻലാലിന് എനിക്ക് അനുകരിക്കാൻ പറ്റും. എന്താ മോനെ ഇങ്ങനെയാണോ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? ഇപ്പം മൈക്കെൻ്റെ കണ്ണി കൊണ്ട് തന്നെയല്ലോ നിന്നെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മമ്മൂട്ടിയാണെങ്കിൽ ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ, ചന്തുവിനെ തോപ്പിച്ചവരുണ്ട് പലരും പല പ്രാവശ്യം. അതുപോലെ ബാലേന്ദ്രമേനോൻ എടാ എൻ്റെ കൊച്ചു കള്ളനല്ലേടാ. സുരേഷ് ഗോപി ആണെങ്കിലും ഇത് എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല, ഇത് നിങ്ങൾ മന്ത്രിമാരോട് പോയി ചോദിക്കുക, ഇവിടുത്തെ മന്ത്രിമാരോട് ചോദിക്കുക. ഇത് ഞാൻ പറഞ്ഞാൽ എൻ്റെ ശബ്ദത്തിലും ടിനി പറഞ്ഞ ടിനിയുടെ ശബ്ദത്തിലുമാണ് വരുന്നത്, അല്ലാതെ ആ സിനിമാ നടന്മാരുടെ ശബ്ദത്തിലല്ല വരുന്നത്. എങ്ങനെയാണ് ഇത് ടിനി അനുകരിക്കുന്നതാണ് എന്ന ചോദ്യം അയാൾ ചോദിച്ചെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതുവരെയും ടിനി അനുകരിച്ചുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് ടിനിയുടെ ശബ്ദത്തിൽ അവരുടെ ഇൻടൊണേഷൻ, അവർ സംസാരിക്കുന്ന ശൈലി അല്ലെങ്കിൽ അവരുടെ ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ അല്ലെങ്കിൽ മോഡുലേഷൻ ഒക്കെ പുറത്തു വരുന്നു.
പിന്നീട് ശബ്ദം തന്നെയാണ് കേൾക്കുന്നത്. എന്തായാലും ആ ഒരു കാര്യം ഇതിനിടയിൽ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞാണ്, അതല്ല നമ്മുടെ വിഷയം. തുടർന്ന് ഇദ്ദേഹം പറയുന്ന കാര്യം, ഇങ്ങനെ ഒരു അപ്സൈഡ് ഡൗൺ ഉണ്ടാകുമ്പോൾ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ഉണ്ടാവണം. അങ്ങനെ ചേഞ്ച് ചെയ്ത ആളാണ് ജഗദീഷ് എന്ന് പറയുന്നു. തുടർന്നാണ് നസീറിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമ്മൾ ഇപ്പോഴുള്ള എല്ലാവരും നമ്മൾ മൈൻഡിനെ ഇത് ചെയ്ത് ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ ജഗദീഷ് ചേട്ടനാണ് കണ്ടിട്ടുള്ളത്. കോമഡി സ്റ്റാർസിൽ നമ്മൾ ജഡ്ജ് ചെയ്തിരിക്കുമ്പോൾ 10 വർഷം അത് സിനിമയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ചാനലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പുള്ളി ആ മൈൻഡ് സെറ്റിലായി. അയ്യോ എനിക്ക് സിനിമയില്ല, ഞാൻ ആകെ ഔട്ടായി മാറ്റാം എന്ന് പറഞ്ഞ് നിൽക്കരുത്. നമ്മളപ്പോൾ എന്താ ചെയ്യുന്നത് അതങ്ങ് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഇങ്ങനെ ഒരു കോണ്ടസ്റ്റിന്റെ ആവശ്യമില്ല, ഇവിടെ ഇങ്ങനെ ഒരു സംസാരത്തിന്റെ ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരു ചോദ്യം ഇന്റർവ്യൂർ ചോദിച്ചിട്ടില്ല. ടിനി തന്നെയാണ് ഈ സംഭവം വളച്ചു കൊണ്ടുപോയി പ്രേം നസീറിനെ കെട്ടുന്നത്. ഇനി ബാക്കിയുള്ള ഭാഗം കേട്ടു നോക്കാം. നമ്മളാരും സൂപ്പർ സ്റ്റാർ ആകാന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ആർക്കും വാഗ്ദാനം കൊടുത്തിട്ടില്ല. നമ്മൾ നന്നായിട്ട് ജീവിക്കാന്ന് അല്ലെങ്കിൽ അരി മേടിക്കാന്നാണ് നമ്മൾ പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്. ആ രീതിയിൽ ജീവിക്കുക. നസീർ സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചതെന്ന് പറയുന്നു. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസം കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. കാരണം സിനിമയില്ല. എന്നിട്ട് ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു, അടൂർ ബാസി സാറിൻ്റെ അടുത്തൊക്കെ കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചതെന്ന് പറഞ്ഞു. ഇതാണ് ടിനി പറഞ്ഞ പരാമർശം. നിങ്ങൾ ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. ചോദ്യകർത്താവ് ചോദ്യം ചോദിച്ചതും ഈ ഉത്തരം തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നമ്മൾ ചുരണ്ടിയെടുത്ത കാര്യം പറഞ്ഞു. ഈ ചുരണ്ടിയെടുത്ത ഈ ഭാഗം ഇവിടെ പറയേണ്ട ആവശ്യം ടിനി ടോമിനുണ്ടായിരുന്നു. ആ ഒരു കോണ്ടസ്റ്റുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? AMM എന്ന് പറയുന്ന സംഘടന ഒരു വിയോഗം വരുമ്പോൾ എങ്ങനെ ഇടപെടുന്ന ഒരു എക്സിക്യൂട്ടീവ് എന്ന രീതിയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരാൾ ലൈംലൈറ്റിൽ നിന്ന് പോയി, അയാൾ കരഞ്ഞു. ഇപ്പം ജഗദീഷ് ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ജഗദീഷ് ചെയ്തത് ശരിയാണ്. ഓരോ കാലത്ത് മുകേഷ് ചെയ്യുമായിരുന്നു, TV ഷോസിലേക്ക് വരുമായിരുന്നു, സുരേഷ് ഗോപി TV ഷോസിലേക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു വീഴ്ചയിൽ നിന്ന് പൊങ്ങി വന്നാണ് അമിതാഭ് ബച്ചൻ. ABCL കോർപ്പറേഷൻ പോലുള്ള അദ്ദേഹത്തിന്റെ സിനിമാ കമ്പനിയിൽ 8 നിലയിൽ പൊട്ടി നിൽക്കുന്ന സമയത്ത് ബിഗ് ബി എന്ന് പറഞ്ഞ് റീബ്രാൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബ്രാൻഡ് വാല്യൂ തന്നെ ഔട്ട്സോഴ്സ് ചെയ്തിട്ടാണ് പുള്ളി ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ നടത്തിയ പല ആളുകളുമുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്? നസീർ അങ്ങനെ ചെയ്യാത്തൊരാളാണ് എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. വീണുപോയി, മേക്കപ്പ് ഇട്ട് രാവിലെ ഇരിക്കുമായിരുന്നു, കരഞ്ഞുകൊണ്ട് പോകുമായിരുന്നു. എനിക്കറിയില്ല എവിടെ നിന്നൊക്കെയാണ് ടിനി കാര്യം പറഞ്ഞുണ്ടാക്കുന്നതെന്ന്. ഇപ്പം എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം തിയേറ്ററിൽ പോയി കാണുന്ന സിനിമ ധ്വനി എന്ന സിനിമയാണ്. ഞാൻ എന്തോ ഒരു 2ാം ക്ലാസ്സിലോ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ആ സിനിമ കാണാൻ പോകുന്നത്. ആ സിനിമ എനിക്ക് ഓർമ്മയുള്ള ഭാഗം ഒരാളുടെ ശവശരീരം കൊണ്ടുപോകുന്നു. അത് നസീറാണെന്നോ അന്നൊന്നും എനിക്കറിയില്ല. പിന്നീട് നമ്മൾ ധ്വനി എന്ന സിനിമ കാണുമ്പോഴാണ് അതൊക്കെ മനസ്സിലാവുന്നത്. ധ്വനി എന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം ജീവനോടെ ഇല്ല. ആ സിനിമ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കടത്തനടൻ അമ്പാടി, അന്നത്തെ 2020 അല്ലെങ്കിൽ ഒരു മൾട്ടി സ്റ്റാറർ മൂവിയായിരുന്നു കടത്തനടൻ അമ്പാടി എന്ന് പറയുന്നത്. ആ സിനിമയുടെ ഭാഗമായിരുന്ന ആളാണ് പ്രേം നസീർ. പ്രേം നസീർ അന്ന് ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഷമ്മി തിലകൻ പ്രേം നസീറിന് വേണ്ടി അത് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേഷമൊക്കെ ഇട്ടിരിക്കുകയാണ്, സിനിമയൊന്നും കിട്ടിയില്ല. അങ്ങനെ നടക്കുന്ന ഒരാളെന്ന് ടിനി ടോം അത് ആരെങ്കിലും പറഞ്ഞിട്ടായിക്കോട്ടെ. അങ്ങനെ പറയുമ്പോൾ ടിനി ടോം ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ? ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളുണ്ടല്ലോ, ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? വേറൊരാൾ പറഞ്ഞൊരു കാര്യം അത് വാലിഡേറ്റ് ചെയ്യാതെ വന്നിരുന്ന് പറയേണ്ട ആവശ്യം എന്തായിരുന്നു? അതും ആ കോണ്ടസ്റ്റായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യത്തിൽ. ഇനി രണ്ടാമത് ടിനി പറയുന്നൊരു കാര്യം, ഒരു സീനിയറാണ് ഇത് പറഞ്ഞതെന്നാണ്. അപ്പോൾ പിന്നീട് ഈ ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന, ഇപ്പോൾ അദ്ദേഹം സിനിമയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ യൂട്യൂബ് ചാനലിൽ പറയാറുണ്ട്. ഈ ആലപ്പി അഷ്റഫ് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞത്, മമ്മി സെഞ്ചുറിയോട് ടിനി ടോം ആ സീനിയറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന്. ആ കോൾ റെക്കോർഡിംഗ് പുറത്തു വന്നുകൊണ്ടാണ് ഈ കാര്യം ഞാൻ പറയുന്നത്. ആ സീനിയർ മണിയമ്പിള്ള രാജു ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആലപ്പി അഷ്റഫ് ഉടൻ തന്നെ മണിയമ്പിള്ള രാജുവിനെ ഫോണിൽ വിളിച്ചു. അതിന്റെ കോൾ റെക്കോർഡിംഗ് കേൾപ്പിച്ചു തരാം. ഞാൻ വിളിച്ചതിന്റെ കാരണം, ഈ മമ്മി സെഞ്ചുറി എടുത്ത് ഈ ടിനി ടോം പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് മണിയമ്പിള്ള രാജു എനിക്ക് പറഞ്ഞു തന്നത്. ആ വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പറഞ്ഞത്. അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ രാജു? ഒരിക്കലും ഇല്ല. അതായത് ഞാൻ ഇവനൊന്നും നസൂസിനെ കണ്ടിട്ട് പോലില്ല. ഞാൻ 10-15 പടങ്ങളിൽ അഭിനയിച്ചുള്ളതാണ് 75. മാത്രമല്ല, ഞാൻ എല്ലാ ഇന്റർവ്യൂകളിലും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ദൈവത്തിൽ ഇത്രയും ദൈവത്തിൽ ഒരാളെ എന്റെ ജീവിതത്തിൽ അതിന് മുമ്പോ അതിന് ശേഷം എത്ര പ്രാവശ്യം എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് രാജു, ഞാൻ കേട്ടിട്ടുള്ളൂ. പിന്നെ എത്രയോ ഫംഗ്ഷനിലാണ് നസീർ സാറിന്റെ വർഷമുള്ള കാലങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. ഈ ടിനി ടോം മണ്ടത്തരങ്ങൾ പറഞ്ഞ് മുമ്പ് വിവാദങ്ങൾ ചെന്ന് പെട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തിനിങ്ങനെ ഇത്രയും മഹാന ഒരാളിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയും? ഇവന് ഭ്രാന്താണെന്ന് പറഞ്ഞു കാര്യമായിട്ട്. അതെന്നെ എന്താണ് പുള്ളി പറയുന്നത്? ഈ നരേന്ദ്രമോദിയെ പറയാമെങ്കിലാണ് പിന്നെ എനിക്ക് പ്രേം നസീർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതാണ്. മരിച്ചുപോയ ഒരാളാണ് ഇത്രയും ദൈവത്തിൽ. പിന്നെ അത് എത്രയോ അങ്ങനെ പറ്റിയൊക്കെ പറയുന്നത്. എങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു വലിയൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നസീർ സാറിന്റെ റെക്കോർഡാണ് ഏറ്റവും കൂടുതൽ സിനിമയിൽ ഞാൻ എന്നോട് ഇത് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. മണിയമ്പിള്ള രാജു ഒരിക്കലും അങ്ങനെ പറയുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ആരെ പറ്റിയും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പ്രത്യേകിച്ച് നസീർ സാറിന്റെ നിങ്ങൾ വലിയൊരു ഫാനാണെന്ന് എനിക്കറിയാം. നസീർ സാറിനെ കുറിച്ച് ഒട്ടും പറയാൻ പറ്റില്ല, ഒരിക്കലും പറയുന്നില്ല. അതെ അതെ, പുള്ളി പല ജനങ്ങളുടെ എതിർപ്പ് വാങ്ങിയാൽ ഇത്രയും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു ജനമുണ്ട് ഇവിടെ. അവരെല്ലാം തിരികെ കല്ലെറി.
പറയാതിരിക്കാൻ പറ്റില്ല. അതെ അതെ അല്ലല്ലേ പിൻവലിച്ച് മാപ്പ് പറയാൻ പറയണം. നസീർ സാറിന് ഉറപ്പായിട്ട് അയാൾ മാപ്പ് പറയേണ്ടതാണ് പൊതുസമൂഹത്തോട്. പിന്നെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനടുത്ത് വിളിച്ച് പറഞ്ഞപ്പോ ഫൗണ്ടേഷൻകാരെ വിളിച്ചിരുന്നു, ഒരു കേസ് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ എവിടെ കോഴിക്കോട് എവിടെ നിന്നൊക്കെ കേസ് വരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് രാജുവിന്റെ തലയിൽ വെക്കാനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതെല്ലാവർക്കും അറിയാം. അതെ, ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ അത് എത്രയോ റൈറ്റപ്പ് അതുമല്ല അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ പറഞ്ഞു പറയാം. ഇത് അങ്ങനെ ഇല്ലാത്ത ഒരു കാര്യം ഒരിക്കലും നസീർ സാറിനെ പോലെ ഒരാളെ പറ്റി പറയും ആരെങ്കിലും, അല്ലേ? ഇവന് അഹങ്കാരം തലക്ക് കയറിയതാണ്. എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പൊ ഞാനിതൊന്നും അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഓക്കെ, താങ്ക് യു രാജു. അപ്പോൾ സീനിയർ കൈമലർത്തി എന്ന് പറയുന്ന കാര്യം ഏകദേശം തീരുമാനം ഒരുപക്ഷെ പോലെ ലൂസ് ടോക്കിലൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ചിലപ്പോൾ ചിലവരൊരു ലൂസ് ടോക്കിൽ എന്തെങ്കിലുമൊക്കെ തള്ളി വിടാറുണ്ട്. അങ്ങനെ സംഭവിച്ചാണെന്ന് എനിക്കറിയില്ല. ഇപ്പം മണിയമ്പിള്ള രാജു കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആലപ്പി അഷ്റഫ് എടുത്ത് പറയുന്നുണ്ട് നമ്മൾക്കറിയാവുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല. അതിന് ഞാൻ നേരത്തെ ചോദിച്ചു, ധ്വനി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമാകുന്നു, കടത്തൻ അമ്പാടി പോലെയുള്ള ഒരു മൾട്ടി സ്റ്റാർ മൂവിയുടെ ഭാഗമാകുന്ന നസീർ, അത് ഒരുപാട് പിന്നീട് ലേറ്റർ പാർട്ടിൽ അച്ഛൻ റോളുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കാര്യം നിസാരം പ്രശ്നം ഗുരുതരം എന്നൊക്കെ പറയുന്ന സിനിമകളിലൊക്കെ പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സീനിയർ റോളിലൊക്കെ പ്രേം നസീർ അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം ടിനി പറഞ്ഞ കാര്യം എനിക്കത് ദഹിച്ചിട്ടില്ല. പിന്നെ ടിനിയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളിത് പറയുമ്പോൾ ഈ എത്രമാത്രം യോഗ്യത നിങ്ങളുടെ അഭിനയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മിമിക്രിയെ കുറിച്ചോ എന്നുള്ള യോഗ്യത എന്നാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. നസീർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ ഈ സ്റ്റോറി ടെല്ലിംഗ് പോലുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്, പറയാൻ ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും സിനിമയിൽ നടന്ന കഥകളോ രാഷ്ട്രീയത്തിൽ നടന്ന കഥകളോ ചരിത്രത്തിൽ നടന്ന കഥകളോ ഒക്കെ പറയുമ്പോൾ കേൾക്കും. സിനിമയെക്കുറിച്ച് പറയുന്ന ആളുകളിൽ പരദൂഷണം പറയുന്നവരുണ്ട്, വായെടുത്ത് കഴിഞ്ഞാൽ ആൾക്കാരെ കുറ്റം പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ പോലും ഒരു മോശമായ പരാമർശം കേൾക്കാത്ത വ്യക്തിയാണ് പ്രേം നസീർ. ഞാൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ളൊരു വ്യക്തി പോലുമല്ല. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും ജീവിതത്തിൽ നേരിട്ടും കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നാൽ പോലും കാണാനുള്ള സാഹചര്യം ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ടിനി ടോം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നസീർ ഒരിക്കൽ ഇംപ്ലിമെൻ്റ് ചെയ്ത 7 to 9 കോൾ ഷീറ്റ് എന്ന് പറയുന്നൊരു സംഭവമാണ്. ടിനി ടോമൊക്കെ അതിനെക്കുറിച്ച് കേട്ടണമെന്ന് എനിക്കറിയില്ല. ഇന്ന് പലരും സിനിമ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ പിന്നാലെ നടന്ന് പറഞ്ഞാൽ പോലും പ്രൊമോഷന് പോലും വരാറില്ല എന്ന് പറഞ്ഞുള്ള പരാതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ സിനിമാ താരങ്ങൾക്ക് അവരുടെ പ്രതിഫലം അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നൊക്കെ പല നിർമ്മാതാക്കളും കംപ്ലൈൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല, ഒരു ജനറലൈസേഷൻ അല്ല ഞാൻ പറയുന്നത്. നസീർ കത്തി നിൽക്കുന്ന ഒരു സ്റ്റാറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മകൻ്റെ വിവാഹത്തിന് വരാൻ വളരെ കുറച്ച് സമയം മാത്രം ഉണ്ടായിരുന്നൊരു ആളെന്ന രീതിയിൽ ഞാൻ കേട്ടിട്ടുള്ളത്. അത്തരത്തിൽ തിരക്കുള്ളൊരു വ്യക്തി ഒരു ദിവസത്തിൽ 2 മണിക്കൂർ മാറ്റിവെച്ചിരുന്നത് തൻ്റെ സിനിമ എടുത്തിട്ട് പരാജയപ്പെട്ട നിർമ്മാതാക്കൾക്ക് വേണ്ടിയായിരുന്നു. 24 മണിക്കൂർ ഉണ്ടെങ്കിൽ പോലും അഭിനയിച്ച് തീരാത്ത അത്രയും സിനിമകൾ ഉണ്ടായിരുന്ന നസീർ ജീവിതത്തിലെ 2 മണിക്കൂർ, അതാണ് രാവിലെ 7 മണി മുതൽ 9 മണി വരെ 7 to 9 കോൾ ഷീറ്റ് എന്ന പേരിൽ അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഈ സമയത്ത് അദ്ദേഹം ചെയ്തിരുന്നത് തൻ്റെ സിനിമ എടുത്ത് പരാജയപ്പെട്ടു പോയ ആളുകൾക്ക് ഒരു വിജയ ഫോർമുല എന്തിനു ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടി ആ സമയം മാറ്റിവെക്കുക എന്നുള്ളതായിരുന്നു. അത്തരത്തിലേക്ക് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പരാമർശം പറയുമ്പോൾ ടിനി ശ്രദ്ധിക്കേണ്ടതായിരുന്നു, അത് ശ്രദ്ധിച്ചില്ല. രണ്ടാമതിപ്പോൾ മാപ്പ് പറയുമ്പോൾ പോലും നിങ്ങളിപ്പോൾ ചെയ്തത്, നേരത്തെ അതിനകത്ത് ആലപ്പി അഷ്റഫ് പറഞ്ഞു പ്രേം നസീർ ഫൗണ്ടേഷൻ അതുപോലുള്ള പല ആളുകളും കേസ് കൊടുക്കാൻ പോവുകയാണ്. ആ കേസിന് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച വെറും ഒരു പ്രഹസനം മാത്രമാണ് ഈ മാപ്പ്. ആദ്യം പറഞ്ഞ് ആവർത്തിക്കുകയാണ്, നിങ്ങളൊരു അൺകണ്ടീഷണൽ അപ്പോളജിയാണ് പറഞ്ഞിരുന്നെങ്കിൽ അതിലൊരു കണ്ടീഷനും ഉണ്ടാവില്ലായിരുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്നല്ല പറയേണ്ടത്. എൻ്റെ പരാമർശം ആളുകൾക്ക് വേദനയുണ്ടാക്കി, ഞാൻ പറഞ്ഞ തെറ്റാണ്, ഞാൻ നിരുപാധികം മാപ്പ് പറയുന്നു എന്നാണ് നിങ്ങൾ ശരിയായിട്ട് പറയേണ്ടിയിരുന്നത്. അതിനു പകരം ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെയ്ത് തെറ്റാണെങ്കിൽ എന്ന് നിങ്ങൾക്ക് പോലും ഉറപ്പില്ലാതെ ഒരു മാപ്പ് പറയുമ്പോൾ നിങ്ങൾ കാണിച്ചത് വെറും പ്രഹസനമാണ്, നിങ്ങൾ തിരുത്തേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം എന്നൊക്കെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.